ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാണ്ടോ? എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ഗുഡ് ഈവനിങ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഷബ്ന. ഞാനാണ് നിങ്ങളുടെ ഇന്ന് അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും എന്താ ചെയ്യുന്നത്? PG സ്റ്റുഡൻസ് ആണോ അതോ വർക്ക് ചെയ്യാണോ? ഇതൊരു ഡിസ്കഷൻ അല്ലേ, എല്ലാവരും സംസാരിക്കും. ഗുഡ് ഈവനിങ്. ഞാൻ അർഷ. ഞാൻ PG 2019 കഴിഞ്ഞതാണ്. Okay. വർക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോ പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് വർക്ക് അത് റിസൈൻ ചെയ്ത് ഇപ്പോ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. എക്സാം എഴുതി നോക്കിയിട്ടുണ്ടോ മുന്നേ? നെറ്റ് എക്സാം ഫസ്റ്റ് ടൈം ആണ്? ഞാൻ ഫസ്റ്റ് ടൈം PG ചെയ്ത ഉടനെ 2 പ്രാവശ്യം എഴുതിയിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞു, കുറച്ചൊരു ഗ്യാപ്പ് വന്നു. ഓക്കെ. ഈ കഴിഞ്ഞ എക്സാം എഴുതിയിരുന്നോ? ഇല്ല. ജൂണിലെ ഇല്ല അല്ലേ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ നിങ്ങളൊക്കെ പ്രിപ്പറേഷൻസ് ഏതുവരെ എത്തി? പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളോ അതോ എന്തെങ്കിലുമൊക്കെ ആയോ? ഓക്കെ, ഇപ്പൊ ഡിസ്കഷനിൽ ഞാൻ മാത്രം സംസാരിക്കേണ്ടി വരുന്ന തോന്നുന്നു. ഓക്കെ, തുടങ്ങിയിട്ടുള്ളൂ മാം. എല്ലാവർക്കും എന്തായാലും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഈ സെഷനിൽ തന്നെ ഡിസംബർ 2024 നെറ്റ് തന്നെ കിട്ടട്ടെ കേട്ടോ. ഞാനിപ്പോ കഴിഞ്ഞ ഡിസംബർ 2023 പാസ് ഔട്ട് ആണ്. നെറ്റ് കേട്ടോ, എൻ്റെ സെക്കൻഡ് ടൈം ആയിരുന്നു. എൻ്റെ നെറ്റ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു 1 month കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഡിസംബർ 2023 സെഷനിൽ പാസ്സാവുകയും ചെയ്തു. നെറ്റ് എന്ന് പറഞ്ഞ എക്സാമിന്റെ പ്രത്യേകത തന്നെ അതാണ്. നമുക്ക് കംപ്ലീറ്റ്ലി മൊത്തം സിലബസ് കവർ ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് സബ്ജക്റ്റ് ഒക്കെ കാണാപ്പാടായിട്ട് ഒരിക്കലും എക്സാം പാസ്സാകാൻ പോണില്ല കേട്ടോ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എൻ്റെ ഒരു അഡ്വൈസ് ആണെന്ന് കൂട്ടിക്കോ. PYQs മുന്നത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാം. മാക്സിമം നമുക്ക് കിട്ടാവുന്ന എത്ര പേപ്പേഴ്സ് ഉണ്ടോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണ് നെറ്റ്, എന്താണ് എക്സാം പാറ്റേൺ, നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്ക് ആ എക്സാം ആൻസൈറ്റി ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എക്സാം എങ്ങനെയാവും എന്നുള്ള ഒരു പേടി മാറിക്കിട്ടും. പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൽ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എക്സാം പേപ്പർ നമ്മൾ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ഒരു വർഷത്തിൽ അവർ ചോദിക്കണമെങ്കിൽ ദെൻ പിറ്റത്തെ മന്ത് ആകുമ്പോൾ അല്ലെങ്കിൽ പിറ്റത്തെ ഇയർ ആകുമ്പോൾ അവർ സെയിം ക്വസ്റ്റ്യൻ തന്നെ നേരെ തിരിച്ചിട്ട് അവർ ചോദിക്കും. പക്ഷെ സംഭവം സെയിം കണ്ടന്റ് ആയിരിക്കും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കണ്ടന്റ്സ് ഉണ്ട് നെറ്റ് എക്സാമിൽ. അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നെറ്റ് എന്ന എക്സാം വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകാൻ പറ്റും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഡെഡിക്കേഷൻ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 45 days ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചാൽ കിട്ടാവുന്ന എക്സാമേ ഉള്ളൂ നെറ്റ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിലെ കുറച്ച് PYQs ആണ് കേട്ടോ. സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം, അല്ലെങ്കിൽ വളരെ ബോറാവും. ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, എടുക്കാൻ എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം, ആൻസേഴ്സ് അറിയുന്നവരാണെങ്കിൽ ഓപ്ഷൻസ് പറയട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഈസ് റിലേറ്റഡ് ടു ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്? സോ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 90,
Indian Accounting Standard 115, then 103, then 21. ഇത് ഡിസംബർ 2022 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആർക്കെങ്കിലും അറിയോ ആൻസർ? എഫക്ട്സ് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, ഇത് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുന്നതാണെന്ന ചോദ്യം. ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, ചാറ്റ് ചെയ്താൽ മതി. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ്? ഡി മാത്രമേ ഉള്ളൂ? വെറുതെ ഗസ് ചെയ്തോ, കുറച്ച് ചെലവുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഏതെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? ഞാൻ ആൻസർ കാണിക്കട്ടെ. ഡി തന്നെയാണ് കേട്ടോ. ലുബ്ന അല്ലേ ആൻസർ പറഞ്ഞത്? ആൻസർ ഡി, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21. ഹർഷ ബഷീർ ആണോ ആൻസർ പറഞ്ഞത്? ഞാൻ പേര് പെട്ടെന്ന് നോക്കിയില്ല. Then what is Indian Accounting Standard 21? എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 പറയുന്നത്? It prescribes how an entity should account for foreign currency transaction, translate financial statements of a foreign operation into the entity's functional currency. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഒരുപാട് അതർ കൺട്രീസിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അവരുടെ കറൻസിയിലായിരിക്കും നമ്മൾ അവിടെ ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെ ഏതൊക്കെ ഡിഫറെന്റ് കൺട്രീസിലായാലും ഡിഫറെന്റ് കറൻസിയിലാണ് ബിസിനസ് നടക്കുന്നതെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസിന്റെ കംപ്ലീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ ഫങ്ഷണൽ കറൻസി, അതായത് ഇപ്പൊ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മളെ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ, നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ. സോ അതിനെ കുറിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 ട്ടോ. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാല് അതറിയോ? ഇറ്റ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ എങ്ങനെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോ നമ്മുടെ കൺട്രിയിൽ തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ബിസിനസ് ഉണ്ടാവും. അവരെല്ലാവരും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സും ഡിഫറെന്റ് രീതിയിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ ഒരു യൂണിഫൈഡ് ഫ്രെയിംവർക്ക് ഉണ്ടാവില്ല. അതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പാരിസൺ തന്നെ പോസിബിൾ അല്ല. കാരണം അവരുടേതായ രീതിയിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സും അവരുടേതായ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതൊരു ഓഡിറ്റിംഗ് നടത്തുക എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞത് നമുക്കൊരു യൂണിഫൈഡ് ഫ്രെയിംവർക്ക് കിട്ടാനാണ്. നമുക്ക് ഏത് രണ്ട് ബിസിനസ്സിനെ എടുത്ത് നോക്കിയാലും ഏത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏത് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റണം. കമ്പയർ ചെയ്തിട്ട് വിലയിരുത്താൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. സോ ഇതിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 എന്ന് പറയുന്നത് ദ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്. നമ്മൾ അതർ കൺട്രീസിൽ ബിസിനസ് ചെയ്യുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ അത് നമ്മുടെ ഫങ്ഷണൽ കറൻസി അല്ലെങ്കിൽ നമ്മൾ ഏത് കൺട്രിയിലാണോ അതിന്റെ പാരന്റ് കൺട്രി ഉണ്ടാവുമല്ലോ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി, ആ ഒരു കൺട്രിയിലെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 21 പറയുന്നത്. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Policy of playing safe followed by the accountant is based on which one of the following concept? Playing safe നമുക്ക് കുറച്ച് അക്കൗണ്ടിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ്. വളരെ സിമ്പിളുമാണ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ അക്കൗണ്ടിങ്ങിലെ കൺസെപ്റ്റുകൾ. സോ പ്ലേയിങ് സേഫ് ഇത് ഏത് കൺസെപ്റ്റ് ആണ്? ഓപ്ഷൻ എ ഡുവൽ ആസ്പെക്ട് ആണോ? ഓപ്ഷൻ ബി കൺസർവേഷൻ കൺവെൻഷൻസ് ആണോ? ദെൻ സി മണി മെഷർമെന്റ്, ഡി റിയലൈസേഷൻ. ഏതിലാ വരുന്നത്? Any option options? B. Option B, conservation conventions.
ഓക്കെ, ഓപ്ഷൻ ബി തന്നെയാണ് എല്ലാവരും. വേറെ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും ബി ആണ് അല്ലേ? സോ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ബി, കൺസർവേഷൻ കൺവെൻഷൻസ് തന്നെയാണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് കൺസർവേഷൻ കൺവെൻഷൻ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് ഈ കൺസർവേഷൻ അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്നൊക്കെ പറയുന്നത്? ആരെങ്കിലും പഠിച്ചു പോയ ഭാഗമാണോ? കൺസർവേറ്റീവിസം കൺവെൻഷനിൽ പറയുന്നത് നമ്മള് ഒരു എന്താ ആന്റിസിപ്പേറ്റഡ് ലോസിനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഒരിക്കലും നമ്മൾ എന്താ വെച്ചാൽ പ്രൂഡൻസ് കൺവെൻഷൻ ആണ്. എന്താ വെച്ചാൽ നമ്മൾ ഒരിക്കലും എന്താ പ്രോഫിറ്റ് മാത്രം ലോസ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അതിൽ ലോസ് ഉണ്ടാവും എന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെന്താ പ്രെജുഡൈസ് ചെയ്യാന്ന് പറയില്ല, അതുപോലെ നമ്മളെന്താ ലോസ് ഉണ്ടാവുന്നു നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ബിസിനസ്സിൽ ഒരു ലോസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. നമുക്കൊരു ലോസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ലോസ് വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ പ്രൊവിഷൻസ് ഒക്കെ മാറ്റി വെക്കില്ലേ, പ്രൊവിഷൻസ് ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ഭാവിയിൽ ഒരു ലോസ് വരാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി മനസ്സിലാവാണ്. നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്കൊരു ലോസ് വരാൻ പോകുന്നുണ്ട് നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. അല്ലെങ്കിൽ നമുക്കത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഗസ് ചെയ്യാൻ പറ്റുമല്ലോ, ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാവും, അല്ലെങ്കിൽ ഇന്ന ക്യാഷ് ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ലോസിനെ ഓൾറെഡി നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഈ കൺസെപ്റ്റിൽ പറയുന്നത് എന്താ വെച്ചാല് ലോസസിനെ നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റവന്യൂനെ അത് റിസീവ് ചെയ്തതിന് ശേഷം മാത്രം റെക്കോർഡ് ചെയ്യാം. ഇതിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡിൽ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയറിനനുസരിച്ച് നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ലോസിനെ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ അത്രയും ഹൈ ആയിട്ട് അവിടെ കാണിക്കും. പകരം നമ്മൾ പ്രോഫിറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. വേണ്ടി വരില്ലേ? പക്ഷെ നമ്മൾ ഈ വരാൻ പോകുന്ന നമുക്ക് ഉറപ്പാണ് നമുക്ക് ഇത്രയും പേര് ക്യാഷ് തരാനുണ്ട്, പക്ഷെ അത് കിട്ടാൻ സാധ്യതയല്ല. ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളൊരു മെഷീനറിയോ എന്തെങ്കിലും വാങ്ങിച്ചു, അതിൽ നിന്ന് ഇത്രയും ലോസ് നമുക്ക് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത്രയും നമ്മൾ ക്യാപിറ്റൽ ഇറക്കിയതിനേക്കാളും ഒരുപാട് എമൗണ്ട് കുറവാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ സോ നമ്മൾ അത് ഫിനാൻഷ്യൽ ഇയറിന്റെ മുന്നേ തന്നെ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. കാരണം പിന്നീട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ലോസ് അതിൽ നിന്ന് കുറച്ചിട്ട് വേണം എന്ത് ചെയ്യാന്, അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് നഷ്ടം വരും. അതാണ് ഈ കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. സിംപ്ലി പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് വിച്ച് റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് എക്സ്പെൻസസ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് വരാൻ പോകുന്നത് ഏറ്റവും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് uncertainty about the possible outcome in contracts, record assets and revenues only when they are assured to be received. എന്താ ചെയ്യേണ്ടത്? അസെറ്റ് അല്ലെങ്കിൽ റവന്യൂ, നമുക്ക് കിട്ടാൻ പോകുന്ന റവന്യൂസ് അല്ലെങ്കിൽ അസെറ്റിനെ നമുക്കത് കിട്ടിയെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം റെക്കോർഡ് ചെയ്യാം. കാരണം നമുക്കത് കിട്ടും എന്നൊക്കെ നമ്മൾ ഊഹിച്ചു കഴിഞ്ഞിട്ട് അസെറ്റിനൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ക്യാപിറ്റൽ അത്ര ഇൻക്രീസ് ചെയ്യാണ്, നമ്മൾ അത്രയും എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇനി അത് ഭാവിയിൽ കിട്ടിയില്ലെങ്കിലോ? അപ്പൊ അത്രയും എമൗണ്ട് നമ്മുടെ കമ്പനിക്ക് നഷ്ടം വരാൻ പോവാണ്. സോ ഇതിന്റെ കൺസെപ്റ്റ് ചുരുക്കി പറയുകയാണെങ്കിൽ ലോസ് വരാൻ നമ്മൾ ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ വേഗം റെക്കോർഡ് ചെയ്യാൻ വേണം. പക്ഷെ റവന്യൂ ആൻഡ് അസറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കിട്ടും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും അതിനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതാണ് കൺസർവേഷൻ കൺവെൻഷൻസ്, അല്ലെങ്കിൽ ദ വേർഡ് പ്ലേയിങ് സേഫ്. സേഫ് ആയിട്ട് പ്ലേ ചെയ്യാം. അക്കൗണ്ടൻസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണത്, അവർ ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയ ആണത്. പ്ലേയിങ് സേഫ്, സേഫ് ആയിട്ട് പ്ലേ ചെയ്യാം. ആ വേർഡിൽ തന്നെ മനസ്സിലാവുന്നില്ലേ? നമ്മളൊരു നഷ്ടം വരാന്ന് കാണുമ്പോൾ തന്നെ അത് റെക്കോർഡ് ചെയ്യാം.
പക്ഷെ അസറ്റ് കിട്ടാൻ പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് റെക്കോർഡ് ചെയ്യരുത്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം റെക്കോർഡ് ചെയ്യാം. മനസ്സിലായോ ആ കൺസെപ്റ്റ്? ദെൻ അതില് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് ഉണ്ട്, മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഉണ്ട്, റിയലൈസേഷൻ കൺസെപ്റ്റ് ഉണ്ട്. ഡുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡുവൽ ആസ്പെക്ട് ആ വേർഡിൽ തന്നെ ഉണ്ട്. ഡുവൽ എന്ന് പറഞ്ഞാൽ രണ്ട് ആസ്പെക്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമ്മളൊരു മെഷീനറി വാങ്ങിക്കാന്ന് വിചാരിക്കാം. നമ്മളെ ക്യാപിറ്റലിൽ നിന്നാണ് എമൗണ്ട് പോകുന്നത്. സോ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ക്യാഷ് പോവുകയാണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ക്യാഷ് പോവുകയാണ്. പക്ഷെ മറ്റൊരു സൈഡിൽ നമുക്ക് അസറ്റ് കിട്ടാണ്, ഒരു മെഷീനറി കിട്ടാണ്. സോ ഡുവൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ ക്രെഡിറ്റ് ആകുമ്പോൾ ഒരു സൈഡിൽ ഡെബിറ്റ് ആവും, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഡെബിറ്റ് ആകുമ്പോൾ ഒരു സൈഡിൽ ക്രെഡിറ്റ് ആവും. ഒരു രണ്ട് സൈഡിലും കൂടി എന്താ ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എഴുതുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യാം. നമ്മളിപ്പോ നമ്മുടെ P&L അക്കൗണ്ട് ഒക്കെ എഴുതുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ക്രെഡിറ്റ് ആകുമ്പോൾ മറ്റേ സൈഡിൽ അത് ഡെബിറ്റ് ആയിട്ടുണ്ടാവും. നമ്മളിപ്പോ എംപ്ലോയീസിന് സാലറി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാഷിൽ നിന്ന് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അത് പോയിട്ടുണ്ടാവും. ഈ സൈഡിൽ സാലറിയിൽ അത് എന്തായിട്ടുണ്ടാവും, ക്രെഡിറ്റ് ആയിട്ടും ഉണ്ടാവും. മനസ്സിലായോ? സോ രണ്ട് സൈഡും കൺസിഡർ ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് പോയാൽ ഒരു സൈഡിൽ വന്നിട്ടുണ്ടാവും. ഒരു സൈഡിൽ ഗെയിൻ ആണെങ്കിൽ ഒരു സൈഡിൽ റിസീവ് ആയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ദെൻ മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലി റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് പൈസന്റെ പേരിൽ അല്ലാതെ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണ്, പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിൽസ് നടത്താം, അതൊക്കെ നമുക്കൊരു മോണിറ്ററി ഫോമിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്രയും രൂപക്ക് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇത്രയും രൂപക്ക് സെയിൽ ചെയ്തു, ഇത്രയും രൂപക്ക് ഞങ്ങൾ റോ മെറ്റീരിയൽസ് എടുത്തു, മെഷീനറീസ് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ അത് നമുക്ക് മോണിറ്ററി ഫോമിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ മാത്രമേ എന്തിലുള്ളൂ, ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. നമ്മുടെ നാട്ടില് ഏത് കറൻസിയാണോ അപ്പോൾ വാലിഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് കറൻസിയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതേ കറൻസിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. വിച്ച് ഇൻക്ലൂഡ് ഓൺലി ദ ഐറ്റംസ് വിച്ച് ഹാവ് മോണിറ്ററി വാല്യൂ. മോണിറ്ററി വാല്യൂ ഉള്ള സാധനങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അല്ലാതെ കുറച്ച് ലേബേഴ്സിന്റെ അവർ ഇത്രയും സ്കില്ലുണ്ട്, അല്ലെങ്കിൽ അവർ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊന്നും ഒരിക്കലും ഒരു മോണിറ്ററി ഫോമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ അത്തരം കാര്യങ്ങൾ മാത്രമേ മോണിറ്ററി ഫോമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം കാര്യങ്ങൾ മാത്രമേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് കേട്ടോ. ദെൻ റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനി കനോട്ട് റെക്കോർഡ് സെയിൽസ് റവന്യൂ അണ്ടിൽ ഇറ്റ് ഈസ് ഡെലിവേർഡ് ടു ദ കസ്റ്റമർ. അത് നേരത്തെ പറഞ്ഞ നമ്മുടെ കൺസർവേഷൻ കൺവെൻഷൻസിന്റെ വേറൊരു മോഡലാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അസറ്റ് അല്ലെങ്കിൽ റവന്യൂ റിയലൈസ് ചെയ്തതിന് ശേഷം മാത്രം അത് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക. ദാറ്റ് ഈസ് റിയലൈസേഷൻ കൺസെപ്റ്റ്. നമ്മുടെ റവന്യൂ റിയലൈസ് ആയതിനു ശേഷം മാത്രം റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സെയിൽസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റവന്യൂ നമുക്ക് അതിന്റെ പേയ്മെന്റ് കിട്ടില്ലേ, ആ പേയ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ബാലൻസ് ഷീറ്റിൽ അത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ 4 കൺസെപ്റ്റ്? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഒരു പ്രോബ്ലം ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അക്കൗണ്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, ഈ മോഡൽ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം. ആൻസർ ഈ പ്രോബ്ലം മുന്നേ ആരും ചെയ്തിട്ടുണ്ടോ? ഇനി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞോളൂ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ?
X and Y are partners in a firm sharing profits in the ratio 4:5. എക്സും വൈ എന്ന് പറയുന്നത് ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് ആണ്. അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത് 4:5. Then X surrenders 1/4 of his share and Y surrenders 1/5 of his share in favor of Z. സോ നമ്മുടെ കമ്പനിയിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ കൂടി വരികയാണ്. ഇസെറ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ട്ണർ കൂടി വരികയാണെങ്കിൽ നമ്മുടെ എക്സ് 1/4 അയാളുടെ ഷെയറിന്റെ, അതായത് അയാളുടെ ഷെയർ ഇവിടെ എത്രയായിരുന്നു, 4:5 റേഷ്യോയിലാണ് കേട്ടോ. 4:5ന്റെ 1/4 അയാൾ സറണ്ടർ ചെയ്തു, ഇസെറ്റിന് വേണ്ടി കൊടുക്കുകയാണ്. ദെൻ വൈ എത്രയാണ് സറണ്ടർ ചെയ്തത്, 1/5 ഓഫ് ദി ഷെയർ, അയാളുടെ ഷെയറിന്റെ 1/4. ദെൻ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്, വാട്ട് വിൽ ബി ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ ഫേംസ് പാർട്ട്നേഴ്സ്. ഇനിയിപ്പോ 3 പാർട്ട്നേഴ്സ് ആയി, ആദ്യം 2 പാർട്ട്നേഴ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എക്സും വൈയും. സോ അവരുടെ റേഷ്യോ 4:5 ആയിരുന്നു. ഇനി പുതിയൊരു പാർട്ട്ണർ ആയിട്ടുള്ള ഇസെറ്റ് കമ്പനിയിലേക്ക് എൻറർ ചെയ്തപ്പോൾ അവരുടെ പുതിയ റേഷ്യോ എന്താണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. കിട്ടിയോ? ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. സോ നമ്മുടെ എക്സിന്റെ ഇനീഷ്യൽ ഷെയർ എന്ന് പറയുന്നത് 4/9. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടോ? എന്നാൽ ഞാൻ വേറെ സ്ക്രീനിൽ കാണിച്ചു തരാം, അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ് അല്ലെ, 4:5. ദെൻ എക്സിന്റെ ഓൾ റേഷ്യോ ഓഫ് എക്സ് എത്ര വരാം, ഈക്വൽസ് 4/4+5 ചെയ്തിട്ട് 9. ഓൾ റേഷ്യോ ഓഫ് എക്സ് എന്ന് പറഞ്ഞത് 4/9. ദെൻ ഓൾ റേഷ്യോ ഓഫ് വൈ എന്ന് പറയുന്നത് 5/9. Then after surrendering a part of the shares, ഈ ഷെയർസിന്റെ ഒരു ഭാഗം അവര് സറണ്ടർ ചെയ്യാണ്. Then X shares 1/4 of his shares. എക്സിന്റെ ഷെയറിന്റെ 1/4 ഭാഗമാണ് അയാൾ സറണ്ടർ ചെയ്യുന്നത്. അതായത് അയാളുടെ ഓൾ ഷെയർ നമ്മൾ എഴുതിയിട്ടുണ്ട് 4/9 ആണ്. 4/9ന്റെ 1/4 ഭാഗം 4/9 ഇൻറ്റു 1/4. 4/9 എന്ന അയാളുടെ റേഷ്യോന്റെ 1/4 സെക്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇസെറ്റിന് വേണ്ടി സറണ്ടർ ചെയ്യുന്നത്. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4/36 ആണ് കിട്ടുക. അതിന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/9 ഉത്തരം കിട്ടും. ദെൻ സോ ന്യൂ ഷെയർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 4/9 മൈനസ് 1/9 ആവും. അയാൾ സറണ്ടർ ചെയ്ത വാല്യൂ 1/9 ആയിരുന്നു. അത് എന്ത് ചെയ്യുക, അയാളുടെ ഷെയറിൽ നിന്ന് മൈനസ് ചെയ്യാം. 4/9 മൈനസ് 1/9 ചെയ്താൽ അദ്ദേഹത്തിന് ഇപ്പൊ എത്ര ബാക്കിയുണ്ട്, 3/9 ബാക്കിയുണ്ട്. നെക്സ്റ്റ് വൈ സറണ്ടർ ചെയ്തത് അയാളുടെ ഷെയറിന്റെ 1/5 പോർഷൻ ആണ്. അതായത് അയാളുടെ ഷെയർ ഇവിടെ എത്ര ഉണ്ട്, 5/9 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ 1/5 പോർഷൻ ആണ് അയാള് സറണ്ടർ ചെയ്തത്. അതായത് 5/9 ഇൻറ്റു 1/5. അതിന്റെ ആൻസർ 1/9 തന്നെയാണ് വരിക കേട്ടോ. 1/9 പോർഷൻ ആണ് അയാൾ സറണ്ടർ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ന്യൂ ഷെയർ കാണാൻ എങ്ങനെ, അയാളുടെ മുന്നത്തെ ഷെയറിൽ നിന്നും സറണ്ടർ ചെയ്ത ഷെയർ മൈനസ് ചെയ്യാം. 5/9 മൈനസ് 1/9 ചെയ്താൽ 4/9 കിട്ടും. Then at last Z share is equal to the sum of the parts surrendered by X and Y. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എക്സിന്റെയും 4ന്റെയും സറണ്ടർ ചെയ്ത ഷെയർ
ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആർക്ക് കൊടുത്തിരിക്കുന്നത്, ഇസഡിന് കൊടുത്തിരിക്കുന്നത്. എക്സും വൈയും സറണ്ടർ ചെയ്ത ഷെയർ ആണ് ഇസഡിന് കിട്ടിയിരിക്കുന്നത്. സോ നമുക്കറിയാം എത്ര ഷെയർ അപ്പൊ അവർ സറണ്ടർ ചെയ്തത്, 1/9 1/9 രണ്ടുപേരും 1/9 വെച്ചിട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട്. സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2/9 എന്നുള്ള ഉത്തരം കിട്ടും. സോ അതിന്റെ ഒക്കെ ഈ 9 എന്ന് പറയുന്നത് കോമൺ ആണ്. നമുക്ക് റേഷ്യോ എടുക്കാം 3:4:2. മനസ്സിലായോ എങ്ങനെ കിട്ടിയെന്ന്? ക്ലിയർ ആണോ? ക്ലിയർ ആയി. Okay. The next question. Which of the following transactions are related to financing activities? Financing activities നോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻ എ ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്, ഓപ്ഷൻ ബി dividend distributed to shareholders, then C sale of machinery, then D redemption of debentures, E provision of depreciation. ഇതിൽ ഏതൊക്കെയാണ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്തത്? നമുക്ക് 3 ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫൈനാൻസിങ്, ദെൻ ഇൻവെസ്റ്റിംഗ്, ദെൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. സോ ഇതിൽ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അറിയോ? സി, ഓക്കെ, എ, ബി ആൻഡ് ഡി അല്ലേ? സി ആണ് കേട്ടോ ആൻസർ. എ, ബി ആൻഡ് ഡി. എ, ബി ആൻഡ് ഡി എന്ന് പറയുമ്പോൾ ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, ദെൻ ഡി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഇതില് ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്തുകൊണ്ട് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വന്നു എന്ന് ചോദിച്ചാല്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ക്യാപിറ്റൽ റേസ് ചെയ്യുക അല്ലെങ്കിൽ റീപേയ്മെന്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. സോ ഷെയർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷിന് വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്യുക. അതെന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാണ്. സോ അതെന്താണ്, ഒരു ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ദെൻ ഓപ്ഷൻ ബി ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതും എന്താണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ ക്യാപിറ്റലിനെ റീപേയ്മെന്റ് ചെയ്യാണ്. നമ്മളെ ഷെയർസ് അവർ വാങ്ങിച്ചതിന്റെ ഡിവിഡൻഡ് നമ്മൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. സോ ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു ദ ക്യാപിറ്റൽ റീപേയ്മെന്റ്. ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസിംഗ് മാത്രമല്ല, ക്യാപിറ്റൽ റീപേയ്മെന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. സോ ഫസ്റ്റ് ഓപ്ഷനും വരും, സെക്കൻഡ് ഓപ്ഷനും വരും. ദെൻ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ആൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരില്ല, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലാണ് വരിക. കാരണം നമ്മളൊരു മെഷീനറി വിൽക്കുക, വാങ്ങുക എന്നൊക്കെ അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. സോ ഇറ്റ് ഈസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ. നമ്മളൊരു മെഷീനറി വാങ്ങിക്കുന്നതൊക്കെ ഒരു 10-15 കൊല്ലം വരെ ഒക്കെ ആ മെഷീനറിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. So that is an investment activity. Then redemption of debentures, which is also related to the capital. ക്യാപിറ്റലിനോട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഡിബെഞ്ചേഴ്സ് റിഡംഷൻ എന്ന് പറയുന്നത്. റീപേയ്മെന്റ് ഓഫ് ബോറോഡ് ക്യാപിറ്റൽ ആണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സും. ദെൻ ലാസ്റ്റ് വൺ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, വിച്ച് ഈസ് ഓൾസോ ആൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് കേട്ടോ. അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ. സോ നമ്മൾ ഓപ്ഷൻ എയും ബിയും ഡിയും ആണ് ആൻസർ വരിക. The next question, which of the following are related to primary capital market? Primary capital market നോട് റിലേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് വരുന്നു? ഓപ്ഷൻ എ IPO. IPO എന്ന് പറഞ്ഞാല് എന്താ? IPO എന്ന് പറഞ്ഞാല് Initial public offer. Yeah, initial public offer. Then option B long-term loans. Option C venture capital. D letters of credit. Then E participation certificate. ഇതിൽ ഏതാണ് ഉത്തരം?
Any options? Option D. Option D മാത്രമേ ഉള്ളൂ. Okay, option ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. ഉത്തരം എ, ബി ആൻഡ് സി. IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗും ലോങ് ടേം ലോൺസും ദെൻ വെഞ്ചർ ക്യാപിറ്റലും. ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻസും ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആയാലും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആയാലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്, വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിനോട് ഡയറക്ട്ലി ബന്ധമില്ലാത്ത രണ്ടെണ്ണമാണ് ഇത്. ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്, അതായത് നമ്മൾ എന്തെങ്കിലും ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ഗ്യാരണ്ടി പേപ്പർ, നമ്മൾ എന്തെങ്കിലും ക്രെഡിറ്റ് ആയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി പേപ്പറിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്, ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെയാണ്, വിച്ച് ഈസ് എൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ ഓക്കെ നമ്മൾ എന്തെങ്കിലും ലീസ് റവന്യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അസറ്റ് എന്താ ചെയ്യുക, പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് കേട്ടോ. ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആയാലും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആയാലും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. ബാക്കി വരുന്ന IPO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അതായത് നമ്മളൊരു കമ്പനി ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആദ്യം പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ സെല് ചെയ്യുന്ന പ്ലേസ് ആണ് പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ഏതിലൂടെ ചെയ്യുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗിലൂടെയാണ് അല്ലെ. ദെൻ സെക്കൻഡ് വൺ ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോണുകൾ എടുക്കില്ലേ, ഒരു 2-3 വർഷത്തിനൊക്കെ വേണ്ടി ലോങ് ടേം ആയിട്ട് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺസ് എടുക്കുന്നതിനാണ് ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റിനോട് ഡയറക്ട്ലി കണക്റ്റഡ് അല്ല, പക്ഷെ അത് ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ദെൻ തേർഡ് വൺ വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയാ, വിച്ച് ഈസ് ഓൾസോ റിലേറ്റഡ് ടു പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റ്. ഓക്കെ, ദെൻ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് 3 ഓപ്ഷൻസ് വരാൻ കാരണം എന്താന്ന് ചോദിച്ചാല് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ആൻസറിൽ വരില്ല. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ്. അത് പ്രൈമറി ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് വന്നത്, IPOയും ലോങ് ടേം ലോൺസും വെഞ്ചർ ക്യാപിറ്റലും പ്രൈമറി ക്യാപിറ്റലിനോട് റിലേറ്റ് ആണ് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വന്നു കേട്ടോ. IPOയും വെഞ്ചർ ക്യാപിറ്റലും നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം. പക്ഷെ ലോങ് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഡയറക്റ്റ് ആയിട്ട് വലിയ കണക്ഷൻ ഒന്നും ഇല്ലെങ്കിലും ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ്. So 6th question. Given below are 2 statements. One is labeled as assertion and the other is labeled as reason. നമ്മളെ UGC നെറ്റ് എക്സാമിന്റെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് assertion and reasoning. Assertion കൊടുത്തിട്ടുണ്ട്, when holding company holds more than 50% but not whole shares of a company, then the holders of the rest of shares will be known as minority. അതായത് ഒരു കമ്പനി 50% അല്ലെങ്കിൽ 50%ത്തിന് മേലെയോ എന്ത് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി പോർഷന്റെ നമ്മൾ പറയുന്ന പേരാണ് മൈനോറിറ്റി. 50% അതല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ നമ്മൾ മെജോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയും. ബാക്കിയുള്ള പോർഷൻസിന് പറയുന്ന പേരാണ് മൈനോറിറ്റി. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. ദെൻ റീസണിങ്, minority interest is calculated by considering proportionate shares and reserves of holding company. നമ്മൾ ഹോൾഡിംഗ് കമ്പനീന്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ആൻഡ് റിസർവ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൈനോറിറ്റിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന അത് അല്ലാത്ത ബാക്കിയുള്ള പോർഷനെയാണ് നമ്മൾ മൈനോറിറ്റി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ മൈനോറിറ്റി എന്ന് പറയുന്നു. ദ റീസണിംഗിൽ പറയുന്നത് ഈ മേജർ ഹോൾഡിംഗ് കമ്പനീന്റെ റിസർവും ഷെയർസിനും ഒക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ മൈനോറിറ്റിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആണോ? ഇത് രണ്ടും ശരിയാണോ?
ശരിയാണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻസ്? ഓപ്ഷൻ എ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും കറക്റ്റ് ആണ്. ദെൻ ഓപ്ഷൻ ബി, എ ആൻഡ് ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും ട്രൂ ആണ്, പക്ഷെ എക്സ്പ്ലനേഷൻ കറക്റ്റ് അല്ല. ദെൻ എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. ദെൻ എ ഈസ് ഫോൾസ്, ആർ ഈസ് ട്രൂ. ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, കാരണം മെജോറിറ്റി 50% അതിന്റെ മുകളിലോ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലാത്ത ഭാഗത്തിനെ നമ്മൾ മൈനോറിറ്റി തന്നെയാണ് പറയാ. മറ്റേത് മേജർ ഭാഗം ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും, ബാക്കിയുള്ള പോർഷൻ മൈനോറിറ്റി. റീസണിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാല്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഹോൾഡിംഗ് കമ്പനിയുടെ ഷെയർസോ അല്ലെങ്കിൽ റിസർവ്സോ നോക്കിയിട്ടല്ല. മൈനോറിറ്റിക്ക് എത്ര ഷെയർസ് ഉണ്ടോ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് റെഫേഴ്സ് ടു ദ പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ഓഫ് എ സബ്സിഡിയറീസ് നെറ്റ് അസെറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഓൺഡ് ബൈ ദയർ പാരന്റ് കമ്പനി. പാരന്റ് കമ്പനി ഹോൾഡ് ചെയ്തതല്ല, സബ്സിഡിയറിയുടെ എത്ര അസെറ്റ് ഉണ്ടോ, സബ്സിഡിയറിക്ക് എത്ര ഷെയർ ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് അവരുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ അസെറ്റ് നോക്കിയിട്ടല്ല എന്നാ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇതൊന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? ഓക്കെ, സോ നമ്മൾ ഒരു കമ്പനി, രണ്ട് കമ്പനീസ് നമ്മൾ മെർജ് ചെയ്യാന്ന് വിചാരിക്കാം. മെർജ് ചെയ്യുമ്പോൾ 50 അല്ലെങ്കിൽ 60% പോർഷൻ ഒരു കമ്പനി എ ആന്ന് വിചാരിക്കാം. അവരെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനി എന്ന് പറയും. ഒരു 60-70% അവരുടെയാണ്. ബാക്കി ഒരു 30% നമ്മുടെ കമ്പനി ബി എന്ന് പറഞ്ഞ കമ്പനി. സോ ആ 70% ഉള്ള കമ്പനീനെ നമ്മൾ പാരന്റ് കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി എന്നൊക്കെ പറയും. ബാക്കി റിമൈനിങ് പോർഷൻ 30% ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന കമ്പനീനെ നമ്മൾ മൈനോറിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സബ്സിഡിയറി എന്ന് പറയും. സോ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ്. When holding company holds more than 50% shares of a company, then the holders of the rest of shares, ബാക്കിയുള്ള ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? മൈനോറിറ്റി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Then second statement, minority interest is calculated by considering proportionate shares and reserves of holding company. ഹോൾഡിംഗ് കമ്പനിക്ക് ഇത്ര ഷെയർസ് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഷെയർസ് ഉണ്ടാവും. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈനോറിറ്റിക്കുള്ള ഷെയറിന്റെ ഇൻട്രസ്റ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, കാരണം ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ പാരന്റ് കമ്പനിയുടെ ഷെയറിനനുസരിച്ചിട്ട് അവരുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. മൈനോറിറ്റി ഗ്രൂപ്പ് അല്ലെങ്കിൽ സബ്സിഡിയറീസിന് അവരുടെ അസെറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് നോക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ മൊത്തം കമ്പനിയുടെ അല്ലെങ്കിൽ മെജോറിറ്റി വരുന്ന ഹോൾഡിംഗ് കമ്പനീന്റെ മൊത്തം അസെറ്റ് നോക്കിയിട്ടല്ല. നമ്മുടെ ഈ കമ്പനി ബി എന്ന് പറയുന്നത് 30% മാത്രം ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്രയും ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇതോ ടോട്ടലി കംപ്ലീറ്റ്ലി എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ല എന്നാ പറയുന്നത്. മനസ്സിലായോ? അവരുടെ ആ ഒരു 30% മാത്രം. ഞാനൊരു ഡൗട്ടും കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇപ്പൊ എന്താണ് നമ്മള് വീഡിയോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് ടേം നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിനോണിയം ഫോർ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതൊന്ന് പറഞ്ഞു തരുമോ? ഒന്നുകൂടി പറ. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിനോണിയം ഫോർ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റോ? അതെ. അതെന്താ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനത് എഴുതി വെക്കാം, എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അല്ല, ക്ലാസ് എന്താണ് നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ, ആ മിസ് എടുത്തതാവും. അതെ, ഞാനിവിടെ എഴുതി വെക്കാം, എന്നിട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനും നേരത്തെ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ്.
ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ഇത് വേറൊരു രീതിയിലാണ് നമ്മളോട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചോദിച്ചിരുന്നത്. They admit Z as a new partner with 1 by share in their profits. Calculate the new profit sharing ratio of the partners. ഇത്രയും നേരം നമ്മൾ ഡിസംബർ 2022 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിയത് കേട്ടോ. ഇത് ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. സോ സെയിം ക്വസ്റ്റ്യൻ കണ്ടോ, ഞാൻ ഈ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ഞാൻ എഴുതുമ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. XNY പാർട്ട്നേഴ്സ് ആയിരുന്നു, അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. ഓപ്ഷൻ എ ഉത്തരം വന്നിട്ടുണ്ട്. Then they admit Z as a new partner with 1/5 shares in the. അവർ രണ്ടുപേരും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയാ സറണ്ടർ ചെയ്യണമെന്ന് കൊടുത്തിട്ടില്ല. അവര് ഇസഡിനെ ന്യൂ പാർട്ട്നേഴ്സ് ആയിട്ട് 1/1 അവരുടെ ഷെയറിൽ നിന്ന് 1/5 ഷെയർ കൊടുത്തിട്ടാണ് അവര് ഇസഡിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവര് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദെൻ ആദ്യം തന്നെ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആക്കി എടുക്കാം. എന്നിട്ട് ഇസഡിന് കൊടുത്ത ഷെയർ എത്രയാണ്? 1/5 ആണ്. ദെൻ ബാക്കി അപ്പോൾ ഇസഡിന് ഈ 1 എന്ന് പറഞ്ഞ പ്രോഫിറ്റിൽ നിന്ന് 1/5 ഇസഡിന് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 1 മൈനസ് 1/5 ചെയ്ത് നോക്കാം. ദെൻ 4/5 എന്നുള്ള ആൻസർ കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1ൽ നിന്നും നമ്മുടെ എക്സും വൈയും കൂടിയിട്ട് ഇസഡിന് 1/5 കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തു. സോ ആ 1ൽ നിന്ന് 1/5 മൈനസ് ചെയ്താൽ റിമൈനിങ് പോർഷൻ ആണ് എന്ത്? നമ്മുടെ എക്സിന്റെയും വൈന്റെയും എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് പോർഷൻ. ആ ഒരു പോർഷൻ ആണ് അവർക്ക്, അതിൽ നിന്നാണ് അവർ രണ്ടുപേരും കൂടിയിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇസഡിന്റെ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? 4/5 എന്നുള്ള ഒരു ആൻസർ കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് എക്സിൽ നിന്നും വൈക്കും അതിൽ നിന്ന് ഓരോ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. സോ നമുക്ക് 4/5ന്റെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോസ് കൊടുത്തിട്ടുണ്ട് 3:2. അതായത് എക്സിന്റെ 3/5ഉം വൈന്റെ 2/5. സോ ഈ 4/5ൽ നിന്നും 3/5 എടുക്കുക, 4/5ൽ നിന്നും 2/5 എടുക്കാം. നമ്മളെ ബാക്കി റിമൈനിങ് പോർഷനായ 4/5ൽ നിന്ന് എക്സിന് എത്ര വേണം? എക്സിന്റെ റേഷ്യോ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4/5 ഇൻറ്റു 3/5 which is equal to 12/25. ആൻസർ കാണുന്നില്ലേ? ദെൻ വൈന്റെ റേഷ്യോ 4/5ൽ നിന്നും 2/5. സോ നമുക്ക് എന്ത് കിട്ടും? പിന്നെ ഇസഡിനെ നമുക്ക് ഓൾറെഡി അറിയാം. 1/5ന്റെ 5/5 തന്നെയാണ് ഇസഡ് എടുക്കുന്നത്. 5/25. 12:8:5. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്? 8th ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഡാഷ്. ബ്രേക്ക് ഈവൻ പോയിന്റില് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തിനോടാണ് ഈക്വൽ ആയിട്ടിരിക്കുക? വാരിയബിൾ കോസ്റ്റിനോടാണോ, പ്രോഫിറ്റിനോടാണോ, ഫിക്സഡ് കോസ്റ്റിനോടാണോ, സെയിൽസിനോടാണോ? ഏത് ഓപ്ഷൻ ആണ്? വാട്ട് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താ ബ്രേക്ക് ഈവൻ പോയിന്റ്? No profit, no loss. നോ പ്രോഫിറ്റ് നോ ലോസ്. ആ ഒരു പോയിന്റിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല എന്നാൽ ലോസും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കേട്ടോ ഉത്തരം, ഫിക്സഡ് കോസ്റ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. ഈ പോയിന്റിൽ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നതും സെയിൽസ് കോസ്റ്റ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. രണ്ടും ഈക്വൽ ആവുമ്പോൾ ഞാൻ ഇക്വേഷൻ കാണിച്ചു. എന്താ സെയിൽസ് റവന്യൂന്റെ ഇക്വേഷൻ? സ്ക്രീൻ കാണില്ലേ? സെയിൽസ് റവന്യൂവും എന്താണ് ഈക്വൽ ആവുന്നത്? സെയിൽസ് കോസ്റ്റും ഈക്വൽ ആണ്. അതാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ സെയിൽ കോസ്റ്റിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? സെയിൽസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡഡ് ആണ്, ദെൻ വേരിയബിൾ കോസ്റ്റും. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്തതാണ് നമ്മളുടെ എന്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വൽ ആവും.
ദെൻ വാട്ട് ഈസ് കോൺട്രിബ്യൂഷൻ? കോൺട്രിബ്യൂഷന്റെ ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ സെയിൽസിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യാം? വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ ബാക്കി അവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഈ രണ്ട് കോസ്റ്റും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ചെയ്യാം. സോ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസിൽ നിന്നും മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, ആദ്യം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അതായത് നമ്മുടെ റവന്യൂവും എന്തും ഈക്വൽ ആണ്? റവന്യൂവും സെയിൽസും റവന്യൂവും ഈക്വൽ ആണ്. അതിലെ സെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡും വേരിയബിളും കൂടിയതാണ്. ദെൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യലാണ്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്താൽ പിന്നെ അവിടെ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എപ്പോ? അറ്റ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ടൈമിൽ പിന്നെ അവിടെ ഫിക്സഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ഉത്തരം കിട്ടിയത്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എന്ന് കേട്ടോ. Then which one of the following is not true? ഇതില് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് നോട്ട് ട്രൂ. നമ്മളെ UGC നെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന്, കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ടാവും, നമുക്ക് ടൈമും ഇല്ല. ജസ്റ്റ് ഒരു 1.5 മിനിറ്റ് ഒക്കെ അല്ലേ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സോ നമുക്ക് ആ നോട്ടും ചിലപ്പോ നമ്മളെ കണ്ണിൽ പെടില്ല. നമ്മൾ ക്വസ്റ്റ്യൻ സ്പീഡിൽ വായിച്ചു പോകുമ്പോൾ ഒരു നോട്ടിന്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം തിരിയും, റിവേഴ്സ് ആവും. സോ ഈ നോട്ട് എന്നുള്ളത് എപ്പോഴും വരുന്നതാണ് ക്വസ്റ്റ്യനിൽ. ഈ നോട്ട് എന്നാണ്ട് ഉപയോഗിച്ചാല് നമ്മൾ ചിലപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നോട്ട് അവിടെ വന്നപ്പോ എന്തായി? ചോദ്യത്തിന്റെ ഉത്തരം തന്നെ മാറിപ്പോയി. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് വരുന്ന ഒരു സെഷൻ ആണിത് കേട്ടോ. നോട്ട് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതില് ശരിയല്ലാത്തത് ഏതാണെന്നാ ചോദിക്കുന്നത്. നോട്ട് ട്രൂ. ഫസ്റ്റ് ഓപ്ഷൻ capital expenditure results in extra capacity. Then capital expenditure results in benefit which will last for a long time. Capital expenditure result in the acquisition of a permanent asset. Then heavy expenditure on advertisement campaigns in order to introduce a new product in the market. 4 statements കൊടുത്തിട്ടുണ്ട്. ആൻസർ അറിയോ? ഏതാണ് ഇതിൽ ശരിയല്ലാത്തത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് capital expenditure results in extra capacity. What is capital expenditure? നമ്മൾ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന, ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എക്സ്പെൻസ്, ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എക്സ്പെൻസിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഉത്തരം അറിയോ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് കേട്ടോ. നമ്മളെ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രാ കപ്പാസിറ്റി തരുന്നു, അത് ശരിയാണ്. കാരണം നമ്മൾ ക്യാപിറ്റലിനെ കൂടുതൽ അക്വയർ ചെയ്യാൻ ശ്രമിക്കും തോറും നമുക്ക് അത് കൂടുതൽ കപ്പാസിറ്റി തരികയാണ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസൾട്ട്സ് ഇൻ എ ബെനിഫിറ്റ് വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ശരിയാണ്. നമുക്ക് ക്യാപിറ്റൽ അത്രയും സ്ട്രോങ് ആക്കും തോറും നമുക്ക് വി ഗെറ്റ് എ ബെനിഫിറ്റ് വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ദെൻ capital expenditure result in the acquisition of a permanent asset. അതും ശരിയാണ്. കാരണം ഒരു പെർമനന്റ് ആയിട്ട് ഒരു അസറ്റ് നമുക്ക് അക്വിസിഷൻ പറഞ്ഞാല് പെർമനന്റ് ആയിട്ട് ഒരു അസറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് വൺ ഹെവി എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ് ഇൻ ഓർഡർ ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്. അത് ഏത് എക്സ്പെൻഡിച്ചറിൽ വരുന്നതാ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ? ഈ 3 പറഞ്ഞതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗങ്ങളാണ്. അത് ഏത് എക്സ്പെൻഡിച്ചർ ആയിട്ട് വരും? അത്
ഡിഫേർഡ് കറക്റ്റ് ആണ് കേട്ടോ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ക്യാഷ്. അത് നമ്മൾ എന്താണ്, ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് ഒരു ഹ്യൂജ് എമൗണ്ട് ഇറക്കിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് മന്തിൽ അതിനുള്ള പ്രോഫിറ്റ് കിട്ടാനാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ എന്നാണ് ആഡ് കൊടുത്തത് അതിന്റെ പിറ്റേസ് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടും? ഇല്ല. അതിന് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഇപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിന്റെ റിസൾട്ട് നമുക്കൊരു 1 ഇയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ 1.5 ഇയേഴ്സിന്റെ ഉള്ളിലോ ഒക്കെ ആവും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. നമ്മൾ ആ ആഡ് മറ്റുള്ളവർ കണ്ട് നമ്മളെ പ്രൊഡക്റ്റിനോട് ഫെമിലിയർ ആയി അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ആൾക്കാർ ആ ഒരു പേരിനോട് അത്രയും ഫെമിലിയർ ആയി കഴിഞ്ഞാലേ നമ്മളെ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ദിസ് ടേം റെഫേഴ്സ് ടു മണി സ്പെൻഡ് ഡ്യൂറിംഗ് വൺ അക്കൗണ്ടിംഗ് പീരീഡ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് റവന്യൂ ഇൻ എ ഫ്യൂച്ചർ അക്കൗണ്ടിംഗ് പീരീഡ്. നമ്മൾ ഒരു അക്കൗണ്ടിംഗ് പീരീഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഫ്യൂച്ചർ അക്കൗണ്ടിംഗ് പീരീഡിൽ ഒരു റവന്യൂ കിട്ടാൻ വേണ്ടി. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡിഫേർഡ് റവന്യൂ എന്താ പറയുക, ആഡ് കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ല. ഇറ്റ് ഇൻക്ലൂഡ് പർച്ചേസസ് ഓഫ് പ്രോപ്പർട്ടി, എക്യുപ്മെന്റ്, ലാൻഡ്, കമ്പ്യൂട്ടേഴ്സ്, ഫർണിച്ചർ ആൻഡ് സോഫ്റ്റ്വെയർ. അത് ഏതൊക്കെയാ വരിക അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ ലാൻഡോ കമ്പ്യൂട്ടേഴ്സോ ഫർണിച്ചേഴ്സോ സോഫ്റ്റ്വെയർസോ അങ്ങനെ ഏതൊരു പ്രോപ്പർട്ടീസിന്റെയും പർച്ചേസ് അത് നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അതൊരിക്കലും ലോങ് ടേം അല്ല അല്ലെ. നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുന്നതോ അതൊരിക്കലും ലോങ് ടേം, അതൊരു അസറ്റ് ആണ്, ലോങ് ടേം അസറ്റ് ആണ്. പക്ഷെ അതിന്റെ റവന്യൂ കിട്ടാൻ പോകുന്നത് ഒരു ലോങ് ടേമിന് ശേഷം അല്ലല്ലോ. നമ്മളൊരു മെഷീനറി നമ്മുടെ ഫേമിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് അതിൽ തന്നെ അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് കിട്ടും. പ്രോഫിറ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഒരു ബെനിഫിറ്റ്സ്. പക്ഷെ നമ്മൾ ആഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സ് ദ സെക്കൻഡ് ഡേ മുതൽ നമുക്ക് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയ മുതൽ അല്ലെങ്കിൽ ആ ആഡ് റിലീസ് ആയ പിറ്റേ ദിവസം മുതൽ നമുക്ക് കിട്ടണമെന്നില്ല. ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. അതാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. Then next question ഒന്ന് വായിക്കോ? Okay. X was appointed on 1st July 2022 as a lecturer in an university. എക്സ് പറഞ്ഞ ഒരാള് 1st July 2022 ഒരു യൂണിവേഴ്സിറ്റിയിൽ ലെക്ചർ ആയിട്ട് അപ്പോയിന്റ് ആയി. 1st July 2022 കേട്ടോ. ഹി വാസ് കണ്ടിന്യൂഡ് ഓൺ 30th April 2023. അദ്ദേഹം നെക്സ്റ്റ് ഇയർ 2023 April 30th വരെ അയാൾ കണ്ടിന്യൂ ചെയ്തു. What would be the duration of the previous year of the assessment year 2023-24 for computation of income under the head salary? അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ഇയർ ഏതാണ്? 2023-24 ആണ്. അസസ്മെന്റ് ഇയറിൽ നമ്മൾ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം എത്ര ദിവസം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ എത്ര ആയിരുന്നു നോക്കുകയാണെങ്കിൽ ഏത് മന്ത് മുതൽ ഏത് മന്ത് വരെ വരും? അദ്ദേഹം വർക്ക് ചെയ്ത അസസ്മെന്റ് ഇയർ ഇൻക്ലൂഡ് ചെയ്യില്ല, പ്രീവിയസ് ഇയർ ഏത് വരും? 1st July 2022 to 30th April 2023 ആണോ? ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ദെൻ ഓപ്ഷൻ ഡി. അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ഇയർ 2023-24 ആണ്. ദെൻ വി നീഡ് പ്രീവിയസ് ഇയർ. നമുക്ക് പ്രീവിയസ് ഇയർ ആണ് വേണ്ടത്, അദ്ദേഹം വർക്ക് ചെയ്ത പ്രീവിയസ് ഇയർ. ഓപ്ഷൻ ബി പറയുന്നുണ്ട് കേട്ടോ. ബി തന്നെയാണ് കറക്റ്റ്. സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അദ്ദേഹം 2022 മുതൽ 30th April വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ബി അല്ല കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. സോറി, ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്തുകൊണ്ടാ ബി ആയത്? അദ്ദേഹം ജൂലൈയിലല്ലേ ജോയിൻ ചെയ്തത്. സോ 1st July മുതൽ അദ്ദേഹം ഏതുവരെ വർക്ക് ചെയ്തിട്ടുണ്ട്? April 30th വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് April 30th എടുക്കാൻ പറ്റില്ല. April 1 മുതൽ നമ്മുടെ പുതിയ അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യല്ലേ. 1st April എന്ന് പറയുമ്പോൾ
പുതിയ അസസ്മെന്റ് ഇയർ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അത് ഏപ്രിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഓപ്ഷൻസ് കണ്ട് മാറിപ്പോയതാണ്. മാർച്ച് 31 വരെ അല്ലേ നമ്മുടെ ഒരു അസസ്മെന്റ് ഇയർ ഉണ്ടാവുക. 1st ഏപ്രിൽ മുതൽ മാർച്ച് 31st വരെയാണ് കേട്ടോ ഒരു അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സോ നമ്മൾ അയാൾ വർക്ക് ചെയ്ത അളവ് നോക്കുകയാണെങ്കിൽ 1st ജൂലൈ 2022 അയാൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മുതൽ നമ്മൾ ഏതുവരെ കാൽക്കുലേറ്റ് ചെയ്യാം? പിറ്റത്തെ വർഷം 2023 മാർച്ച് 31 വരെ നോക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം പിറ്റത്തെ മാസം ഏപ്രിൽ 1 എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ഇയറിലേക്ക് കടന്നു, പുതിയ വർഷത്തിലേക്ക് കടന്നു. സോ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. 1st ജൂലൈ 2022 മുതൽ 31st മാർച്ച് 2023 വരെ. അതാണ് അദ്ദേഹത്തിന്റെ പ്രീവിയസ് ഇയർ. 2023 മുതൽ അദ്ദേഹത്തിന്റെ അസസ്മെന്റ് ഇയർ ആണ്. ഓക്കെ, ക്ലിയർ ആയോ ഓപ്ഷൻ ബി പറഞ്ഞവർക്ക്? ഓക്കെ. Then again, match the following type of question ആണ്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുള്ളത് തന്നെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നന്നായി തറവായി പഠിക്കാനാണ് കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മാച്ച് ദ ഫോളോയിങ് വരാറുണ്ട്. പിന്നെ ഫസ്റ്റിൽ നമ്മൾ ചോദിച്ചില്ലേ എഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ ട്രാൻസാക്ഷൻസ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വരുന്നു? ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ ഏതാ വരിക? മാച്ച് ദ ഫോളോയിങ്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37, 104, then 2, 19. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി പറയുന്നുണ്ട് രാഹുൽ. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 37 എന്ന് പറയുന്നത് എംപ്ലോയി ബെനിഫിറ്റ് ആണ്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 104 ബി പ്രൊവിഷൻസ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിജന്റ് അസെറ്റ്സ്. ദെൻ സി inventories, then D insurance contracts. C ആണ് കേട്ടോ ആൻസർ വരിക. ഇത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. 37 provisions, contingent liabilities, 19 insurance contracts. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ദെൻ വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആണ്. It is set of principles, standards and procedures and that serve as the foundation for financial accounting policies and practice. നമുക്കറിയുന്ന കാര്യമാവും. Then Institute of Chartered Accountants of India ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് നമ്മുടെ ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. Then again match the following ആണ്. കോസ്റ്റ് കൺസെപ്റ്റ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ആൻഡ് സങ്ക് കോസ്റ്റ്. What is explicit cost? എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന് ഏതാ മാച്ചിങ് വരിക? ഓപ്ഷൻസ് 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? 3 കറക്റ്റ് ആണ് കേട്ടോ.
എക്കണോമിക് പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് എന്ത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് കേട്ടോ. ദെൻ വാട്ട് ഈസ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്? നേരെ ഓപ്പോസിറ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റിന്റെ. കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എനി ഔട്ട്ലേ ഓഫ് മണി ബൈ ദ ഫേമിന്റെ ഭാഗത്തുനിന്ന് ക്യാഷ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് ഇംപ്ലിസിറ്റ്, ലൈക്ക് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്, നമുക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. നമ്മളിപ്പോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 2 ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം, മറ്റേ ഓപ്ഷൻസിനെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ, ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എനെ ഒഴിവാക്കി ബിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെയല്ലേ ഓപ്പർച്യൂണിറ്റി, നമ്മൾ ആ ഒഴിവാക്കിയ ആ ഒരു കോസ്റ്റിനെയല്ലേ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുത്തുന്നില്ല, എന്നാ പ്രത്യേകിച്ച് ലാഭമില്ല. ഇറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ്. അത് നമ്മുടെ ക്യാപിറ്റലിന്റെ പാർട്ടാണ്, പക്ഷെ ഒരിക്കലും നമ്മളെ പ്രോഫിറ്റ് കിട്ടുക വാങ്ങുന്നുള്ളതിന് മറ്റ് ബന്ധപ്പെടുന്നതല്ല. സോ അതുപോലത്തെ ഒരു കോസ്റ്റ് ആണ് എന്ത്? ഓക്കെ, A3 B1 C4 D2 കറക്റ്റ് ആണ് കേട്ടോ ആശ, കറക്റ്റ് ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഇൻപുട്സ് ദാറ്റ് എ ഫേം യൂസസ് ഇൻ എ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റ്, മാർക്കറ്റ് വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ കമ്മിറ്റഡ് ആൻഡ് കനോട്ട് ബി റിക്കവർഡ്. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ് കോസ്റ്റ്, വിച്ച് ഈസ് ഓൾറെഡി ബീൻ കമ്മിറ്റഡ്. നമ്മുടെ കയ്യിൽ നിന്ന് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു, ഇനി അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസസും ഇല്ല. സോ ആ ടൈപ്പ് ഓഫ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സങ് കോസ്റ്റ്. ദെൻ 14th ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് ആർ കോണ്ടെക്സ്റ്റൽ ഓഡിറ്റിംഗ് വിത്ത് വൈഡർ ഇന്റൻസിറ്റീസ്. നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളത് ഏതിനാണെന്നാ ചോദിക്കുന്നത്? സ്പെഷ്യൽ ഓഡിറ്റ് ആണോ, ഇന്റേണൽ ഓഡിറ്റ് ആണോ, ഇന്റേണൽ ചെക്ക് ആണോ, ആനുവൽ ഓഡിറ്റ് ആണോ, ഇന്ററിം ഓഡിറ്റ് ആണോ? കൂടുതൽ ഇന്റൻസിറ്റീസ് ഉള്ള ഓഡിറ്റ്സ് ഏതൊക്കെയാണ്? അതിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഏറ്റവും കുറവ് ഇന്റൻസിറ്റി, ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ, ദെൻ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഇന്റൻസിറ്റി ഉള്ള ഓഡിറ്റിംഗ് ഏതാണ്? ഇതിൽ ഏറ്റവും കുറവ് ഏതാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഏറ്റവും കുറവ് ഇന്റൻസിറ്റി ഉള്ളത് ആരെയോ? സ്പെഷ്യൽ ഓഡിറ്റ്. ഏറ്റവും കുറവ് ഇന്റൻസിറ്റി അതിനാണോ? ഓപ്ഷൻ എ സ്പെഷ്യൽ ഓഡിറ്റിന്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇന്ററിം ഓഡിറ്റ് എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇന്റേണൽ ചെക്ക് ആണ് കേട്ടോ. ഇന്റേണൽ ചെക്കിനാണ് ഏറ്റവും ലോവസ്റ്റ്, CBEDA അതാണ് ഏറ്റവും ലോവസ്റ്റ് ഇന്റേണൽ ചെക്കിനാണ്. കാരണം നമ്മളുടെ കമ്പനീസ് സ്റ്റാഫ് തന്നെ നമ്മളെ കമ്പനിയുടെ ജസ്റ്റ് ഒരു ലോ ലെവലിൽ ഓഡിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റേണൽ ചെക്ക് എന്ന് പറയാം. നമ്മളുടെ കമ്പനീസിത്തെ സ്റ്റാഫ് തന്നെ ജസ്റ്റ് ഒരു ഇന്റേണലി ഒരു ചെക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ സ്റ്റാഫിന് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, നമുക്ക് ഒരു അത് പ്രൊഫഷണൽസിനെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് പുറത്തുനിന്ന് ഒരു പ്രൊഫഷണലിനെ കൊണ്ടുവന്നിട്ട് വേണമെങ്കിലും നമുക്ക് ഓഡിറ്റിംഗ് നടത്താം. അത് ഇന്റേണൽ ചെക്കിനെക്കാട്ടും ഒരു സ്റ്റെപ്പ് മുകളിലാണ് അതിന്റെ ഇന്റൻസിറ്റി കേട്ടോ. ഹൈ ലെവൽ ഓഫ് ഓഡിറ്റ് ഇന്റൻസിറ്റി കമ്പയറിംഗ് വിത്ത് ഇന്റേണൽ ചെക്ക് conducted by the employees or outsourced by the professionals to measure the effectiveness of governance and control protocols. നമ്മളെ ഗവേണൻസും കൺട്രോളിംഗ് ഒക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കാണുന്നുണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ എംപ്ലോയീസ് തന്നെ ചെയ്യാം, പക്ഷെ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് പ്രൊഫഷണൽസിനെ കൊണ്ടുവരാം. സോ ഇന്റേണൽ ചെക്കിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിലാണ് ഇന്റേണൽ ഓഡിറ്റ്. Then third one ആണ് interim audit കേട്ടോ. Conducted by the end of financial year to have intensity higher than internal audit. Internal auditനേക്കാളും കുറച്ചുകൂടി ഇന്റൻസിറ്റി കൂടിയതാണ് എന്ത്? interim audit. Third one. അത് നമ്മൾ ഫിനാൻഷ്യൽ ഇയറിന്റെ അറ്റ് ദ എൻഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. Then fourth one ആണ് annual audit. Conducted by the third party auditor at the end of the financial year. It is higher intensity audit because it covers all the financial statements of the fiscal year. നമ്മളൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ അറ്റ് ദ എൻഡിൽ കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്? ആനുവൽ ഓഡിറ്റ്. അത് എന്താണ്? കണ്ടക്ടഡ് ബൈ ദ തേർഡ് പാർട്ടി ഓഡിറ്റർ ആണ് കേട്ടോ. പുറത്തുനിന്ന് ഒരു ഓഡിറ്റർ വന്നിട്ട് നമ്മുടെ ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിന്റെ ഏറ്റവും ലാസ്റ്റിൽ വന്നിട്ട് നമ്മളുടെ ഓഡിറ്റ് ബുക്സ് ഒക്കെ
ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ആനുവൽ ഓഡിറ്റ്. ഇത്രയും ഓഡിറ്റ്സ്, ഈ 4 ഓഡിറ്റ്സ് ആണ് ഒരു കോമൺ ആയിട്ട് ഒരു ഫേമിൽ നടക്കുന്നത്. ദെൻ സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പനിയിൽ എന്തെങ്കിലും ഫ്രോഡോ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്കൊരു ഇന്റൻസീവ് ആയിട്ട് അതൊന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ആ ഫ്രോഡ് നടന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഇഷ്യൂസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ ആ സ്പോട്ടിൽ നടത്തുന്ന ഓഡിറ്റിങ്ങിനെയാണ് എന്ത് പറയുന്നത്, സ്പെഷ്യൽ ഓഡിറ്റ് കേട്ടോ. അതൊരിക്കലും ഫിക്സഡ് ആയിട്ട് ഒരു ഫേം ഇത്ര വർഷത്തിൽ ഇങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ഒരു വർഷത്തിന് ലാസ്റ്റ് നടത്തണം, പകുതി നടത്തണം, അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ നമ്മുടെ ഫേമിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ റീസണിന്റെ പേരിൽ നടത്തുന്ന വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് ആണ് എന്ത്, സ്പെഷ്യൽ ഓഡിറ്റ്. ഇതിനാണ് ഏറ്റവും ഇന്റൻസിറ്റി കൂടുതൽ കേട്ടോ, സ്പെഷ്യൽ ഓഡിറ്റ്. നമ്മൾ ആ ഫ്രോഡ് അല്ലെങ്കിൽ അവിടെ നടന്ന ഇഷ്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഓഡിറ്റിംഗ് ആണ്. ഇൻ എ കേസ് ഓഫ് സ്പെഷ്യൽ റീസൺസ്, എന്തെങ്കിലും സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ മാത്രം ആ ടൈപ്പ് ഓഫ് ഓഡിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെഷ്യൽ ഓഡിറ്റ്. സോ ഇത് ക്ലിയർ ആണോ? 5 ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ ഫൈൻ, ഒരു മിനിറ്റ്. എന്നാൽ ഞാനൊരു റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിരുന്നു. നമ്മുടെ എക്സാമിലെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇങ്ങനൊരു പാസേജ് തരും, അതിനെ കുറിച്ചിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. Then last question, which of the interventions can be used to manage the anxiety created by mergers and acquisition? ഇതിൽ നമ്മൾ mergers അല്ലെങ്കിൽ acquisition വഴി ആൾക്കാർക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന് ഉണ്ടാവുന്ന ആൻസൈറ്റി കുറക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് അപ്പ് ദ ഇന്റഗ്രേഷൻ പ്രോസസ്, ആർട്ടിക്കുലേറ്റ് എ ന്യൂ വിഷൻ, കോമൺ ഗോൾസ് ആൻഡ് ഓർഗനൈസേഷണൽ സിംബൽസ്. Option C, employee counseling and stress management training. Then option D, disengage efforts such as termination ceremonies. Then option E, social support from spouse, friends, supervisors and co-workers. ഇതിൽ ഏതാണ് ഓപ്ഷൻസ് വരിക? ഇത് ജൂൺ 2023 ഷിഫ്റ്റ് 1 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. Which of these interventions can be used to manage the anxiety created by mergers and acquisition? Mergers അല്ലെങ്കിൽ acquisition വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന് ഉണ്ടാവുന്ന ആൻസൈറ്റി കുറക്കാൻ വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ, എ, സി ആൻഡ് ഇ. Speed up the integration process, employee counseling and stress management, then social support from spouse, friends and supervisors and co-workers. Then mergers and acquisitions എന്ന് പറഞ്ഞാൽ എന്താ? Mergers എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കമ്പനീസ് തമ്മിൽ മെർജ് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ട് വർക്ക് ചെയ്യാം. അതിനെയാണ് മെർജർ എന്ന് പറയാം. 2 ഈക്വൽ ആയിട്ടുള്ള 2 കമ്പനീസ് തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മെർജേഴ്സ്. ദെൻ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ് കമ്പനി ഉണ്ടാവും, അത്യാവശ്യം നല്ല ഷെയർസ് ഒക്കെ ഉള്ള ഒരു ഫേം ഉണ്ടാവും. അത് വേറൊരു ചെറിയ കമ്പനീനെ അവരുടെ കമ്പനിയിലേക്ക് നമ്മൾ ലയിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് അക്വിസിഷൻ എന്ന് പറയാം കേട്ടോ. ഒരു വലിയ കമ്പനി ഉണ്ടാവും, അതൊരു ചെറിയ കമ്പനിയിൽ അവരുടെ കമ്പനിയിലോട് ചേർക്കുകയാണ്. സോ ആ വലിയ കമ്പനിയുടെ നെയിം തന്നെ ആയിരിക്കും പിന്നെ ആ ചെറിയ കമ്പനിക്ക് കൂടി കിട്ടാം. അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് റോൾസ് ഒന്നുമില്ല, അവരുടെ അസറ്റും ലയബിലിറ്റീസും എല്ലാ കാര്യങ്ങളും ഈ ഒരു കമ്പനിയോട് കമ്പൈൻഡ് ആവും. സോ അത്തരം കോമ്പിനേഷനാണ് എന്ന് പറയുന്നത് അക്വിസിഷൻ എന്ന് പറയുന്നത്. ദെൻ ഈക്വലി ഷെയർസ് ഉള്ള 2 കമ്പനീസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, മെർജേഴ്സ് എന്ന് പറയാം. അത് മെർജിങ്ങും ഇത് അക്വിസിഷനും.
സോ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന് പെട്ടെന്ന് കമ്പനീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ എന്ത് വരാം, ആൻസൈറ്റിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരാം. സോ അതെങ്ങനെ കുറക്കാം എന്നുള്ള മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, സ്പീഡ് അപ്പ് ദ ഇന്റഗ്രേഷൻ പ്രോസസ്. ഇന്റഗ്രേഷൻ പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സ് എന്ത് ചെയ്യാം, സ്പീഡ് അപ്പ് ചെയ്യാം. സ്പീഡ് കൂടുതലായോ, പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളും വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടത്താം. പിന്നെ എന്താണ്, ഓപ്ഷൻ സി, എംപ്ലോയി കൗൺസിലിംഗ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ് ട്രെയിനിങ്. നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്താം, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ട്രെയിനിങ് സെഷൻസ് കൊടുക്കാം. ദെൻ പിന്നെ എന്താണ്, സപ്പോർട്ട് ഫ്രം സ്പൗസ്, ഫ്രണ്ട്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ്. നമ്മളെ കോവർക്കേഴ്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും എല്ലാവരിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ട്. അതൊക്കെ ആ ആൻസൈറ്റി കുറക്കാൻ പറ്റും. മനസ്സിലായോ മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായില്ലേ? ആൻസേഴ്സ് ഒക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹർഷന്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറയാം കേട്ടോ. ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യനിലോ ഓക്കെ മാം. ഇല്ലല്ലോ, എല്ലാവരും ക്ലിയർ അല്ലേ? നമുക്ക് സെഷൻ എൻഡ് ചെയ്താലോ? അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായി പ്രിപ്പയർ ചെയ്യാം, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പഠിക്കുന്ന ഓരോ ടൈമും നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.